നമസ്കാരം, ഞാൻ അംശുലാൽ പന്നാറത്താണ്. ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. അത് വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളെ ധരിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു വിദേശ മാധ്യമമായ റിപ്പോർട്ടർ കളക്റ്റീവ് ഒരു അന്വേഷണം പുറത്തുവിട്ടു. സത്യത്തിൽ ആ അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടും മോദിയുടെ വലിയ അഴിമതി കഥയുടെ ഭാണ്ഡം തുറന്നുവിടുന്ന ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിലൂടെ എങ്ങനെ വലിയ കുത്തക മുതലാളിമാർ ചെറു കമ്പനികളെ ഉപയോഗിച്ച് കണക്കില്ലാത്ത പണം BJPക്ക് സംഭാവനയായി നൽകുന്നുവെന്നും അതേപോലെ എങ്ങനെ പല മുതലാളിമാരെയും സർക്കാരിൻ്റെ അടിമകളാക്കി ഉപയോഗിക്കുന്നു എന്നും വ്യക്തമാവുകയാണ്. ഏതാനും ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്കിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹൈദരാബാദിലെ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാ കമ്പനി 966 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത്. ഈ കമ്പനിയുടെ കയ്യിൽ 1000 കോടിയോളം BJPക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകാൻ മാത്രമുള്ള പണമുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഇതേ കമ്പനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ വേറെയുണ്ട്. ഇതേ കമ്പനിക്ക് തെലങ്കാനയിൽ ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ ഉണ്ട്. മുൻപുള്ള CAG റിപ്പോർട്ട് പറയുന്നത് ഈ കമ്പനി സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഇവരുടെ പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങളും കണ്ടു തുടങ്ങുന്നതായി CAG റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കമ്പനിയെക്കുറിച്ച് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചുരുങ്ങിയ കാലം മുമ്പേ ഈ കമ്പനിയുടെ മൊത്തം ആസ്തി 82,000 കോടിയായിരുന്നെങ്കിൽ ഇന്നത് 1.5 ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള വളർച്ചയും അല്ലെങ്കിൽ പെട്ടെന്നുള്ള പണമൊഴുക്കും എവിടെ നിന്നാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള അവകാശം നമ്മൾ ഇന്ത്യക്കാർക്കില്ലേ? ഇവരുടെ കീഴിൽ പ്രവർത്തിച്ചതായിരുന്നു കലേശ്വർ ഡാം. തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കലേശ്വർ ഡാമിനെ ഒരു വിവാദ വിഷയമാക്കി രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയിരുന്നു. അന്ന് അത് പലരും കേട്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഇന്ന് കളക്റ്റീവ് ജേർണൽസിൻ്റെ റിപ്പോർട്ടും സുപ്രീം കോടതിയുടെ പരാമർശവും ഒക്കെ കൂടെ കാണുമ്പോൾ വളരെ വലിയൊരു ആപത്തിന് ഒരുപാട് കാലം മുമ്പേ സത്യം തുറന്നു വിട്ട ഒരാളായി രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി പിന്നെയും വർദ്ധിക്കുകയാണ്. രാഹുൽ നവംബർ 2019 ഒരു ട്വീറ്റ് നടത്തിയിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, പുതിയ ഇന്ത്യയിലെ നിയമവിരുദ്ധ കള്ളപ്പണത്തിൻ്റെ പേരാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന്. പുതിയ ഇന്ത്യയിൽ നിയമവിരുദ്ധ കള്ളപ്പണത്തിൻ്റെ പേരാണ് ഇലക്ട്രൽ ബോണ്ട്. രാഹുൽ ഗാന്ധി ഇതേ ട്വീറ്റിൽ നിതിൻ സേഠി എന്നൊരാളുടെ പേരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാണിച്ചിരുന്നു. അതേ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്റ്റീവിലും ഏറ്റവും കൂടുതൽ പറയുന്നത്. കമ്പനികൾക്ക് കോൺട്രാക്റ്റ് നൽകുന്നതിന് മുമ്പ് സർക്കാർ ഇവരോട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. വഴങ്ങാത്ത കമ്പനികളെ EDയും ഇൻകം ടാക്സും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് പരോക്ഷമായി സർക്കാർ കമ്മീഷൻ വാങ്ങുകയാണ് എന്നുള്ളതാണ് ഇപ്പം പുറത്തു വരുന്ന സത്യം. അംബാനി, അദാനി പോലത്തെ വലിയ ഭീമന്മാരുടെ പണം ഇലക്ട്രൽ ബോണ്ടിൽ കാണുന്നതായി ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് ഷെൽ കമ്പനികളുടെ, കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില കമ്പനികളുടെ പേര് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ 2 സംശയങ്ങളാണ് ഇതിൽ ഉദിക്കുന്നത്. ഒന്ന്, നിലനിൽക്കുന്ന ഏതെങ്കിലും കമ്പനിയുടെ പണം എന്ന വ്യാജേനെ ഇവർ തന്നെ BJPക്ക്, അദാനി അംബാനി ഉൾപ്പെടുന്ന വൻ ഭീമന്മാർ BJPക്ക് വലിയ തുക ഇലക്ട്രൽ ബോണ്ടായി നൽകുന്നുവെന്നും, 2, ഷെൽ കമ്പനിയിലൂടെ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് സംഭാവനയായി നൽകുന്നു എന്നുമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രത്തിൻ്റെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി തൻ്റെ പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്തുന്ന ചാനലാക്കി മാറ്റി. നമ്മളൊക്കെ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് സർക്കാർ പ്രോജക്റ്റിന് വേണ്ടി പണം മാറ്റിവെക്കുന്നത്. ആ സർക്കാരിൻ്റെ പ്രോജക്റ്റിന് വേണ്ടി നീക്കിവെക്കുന്ന പണത്തിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ഒരു രാഷ്ട്രീയ പാർട്ടി സംഭാവനയായി വാങ്ങുകയാണ്. അപ്പോൾ അതിൻ്റേതായ നിലവാരക്കുറവ് ആ പ്രോജക്റ്റിലുണ്ടാവും. ഉദാഹരണത്തിന് കലേശ്വർ ഡാമിൽ രാഹുൽ ഗാന്ധി വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒട്ടും ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും നിലവാരമില്ലാത്ത വസ്തുക്കൾ കൺസ്ട്രക്ഷൻ നടത്തിയതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ രേഖകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി അന്ന് അതിനെ ശക്തമായി വിമർശിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന MLAമാരെ കുതിരക്കച്ചവടം നടത്താനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിപ്പോൾ ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. സത്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി പരാമർശത്തോടെ പുറത്തു വന്നിരിക്കുന്നത് വലിയൊരു മഞ്ഞുമലയുടെ ഒരു മൂല മാത്രമാണ്. ഇനിയും ഒരുപാട് കണക്കുകൾ പുറത്തേക്ക് വിടാനുണ്ട്. 2 പെട്ടികളാണ് സുപ്രീം കോടതിയിലേക്ക് SBI സമ്മാനിച്ചത് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്. ആ 2 ബോക്സുകളിലെ കണക്റ്റ് ചെയ്യുന്ന ഒരു രഹസ്യ കോഡുണ്ട്. ആ രഹസ്യ കോഡും കൂടെ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായ ചിത്രം പുറത്തേക്ക് വരും. പക്ഷേ അതിന് മുമ്പേ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് അതിനെ മൂടിക്കളയോ എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കണം.
ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇത്രയും വലിയ ഫ്രോഡ് സാമ്പത്തിക അടിസ്ഥാനത്തിൽ നടന്നിട്ടും ഇതിനെക്കുറിച്ച് CBIയോ EDയോ ഇതുവരെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഒടുവിൽ സുപ്രീം കോടതി നേരിട്ടിടപെട്ടപ്പോഴാണ് ഇതിലൊരു തീരുമാനമായത്. അപ്പം EDയും ഇൻകം ടാക്സും ഒക്കെ അവരവരുടെ പണിയെടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ നഷ്ടം പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കമ്മീഷൻ ഭരണം ഇന്ത്യയിൽ നടക്കില്ലായിരുന്നു. ഇതേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ സഹായത്തോടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ സാമ്പത്തിക ശക്തിയായി BJP ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് ഫെയർ ഇലക്ഷൻ നടക്കണം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവണം. എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് ഒരേ തുലാസിലായിരിക്കണം. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി മുഴുവൻ സമ്പത്തും ഇപ്പോൾ എന്ത് പരിപാടി നടത്തണമെങ്കിലും പരസ്യം കൊടുക്കണമെങ്കിലും ആളുകൾ എത്തിക്കണമെങ്കിലും മൊബിലൈസ് ചെയ്യണമെങ്കിലും യാത്രാ ചെലവ് കണക്കാക്കണമെങ്കിലും ഒക്കെ പണം ആവശ്യമുണ്ട്. അപ്പോൾ ഈ പണം, രാജ്യത്തിൻ്റെ പണം ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ പാർട്ടികളിൽ ഒരു പാർട്ടിക്ക് മാത്രമായി പണം കുമിഞ്ഞു കൂടുമ്പോൾ ഒരിക്കലും നമുക്ക് ഫെയർ ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഇപ്പോൾ ഇനി ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ കുരുപൊട്ടി സങ്കടപ്പെട്ടിരിക്കുന്നോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ജനാധിപത്യ വിശ്വാസിയല്ല, നിങ്ങളൊരു ഒരു ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണം. ഇപ്പോൾ കലേശ്വരം ജലവിതരണ പദ്ധതി അത് 1.25 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്ര ലിമിറ്റഡാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തത്. അതേ കമ്പനിയാണ് 966 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവർ. ഈ കമ്പനി 2023 നവംബറിൽ 140 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. ഒരു മാസത്തിന് ശേഷം പിന്നെ വീണ്ടും മഹാരാഷ്ട്ര ഷിൻഡെ സർക്കാരിൽ നിന്ന് 14,400 കോടി രൂപയുടെ പ്രോജക്റ്റ് വാങ്ങി. 140 കോടി ഇലക്ട്രൽ ബോണ്ട് എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ പ്രോജക്റ്റ് കിട്ടുകയാണ്. ഇതേ കമ്പനി 966 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നറിയുമ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഇനി ഈ കമ്പനിയുടെ സഹോദര സ്ഥാപനമാണ് വെസ്റ്റേൺ UP പവർ പ്രോജക്റ്റ്. ഈ കമ്പനി 220 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 966 അല്ല, 1186 കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. പല കമ്പനികളും അവരുടെ ലാഭം രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നതായി കാണുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക? ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ സംഭാവന എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വേറെ ആരുടെയൊക്കെയോ പണമാണ് ഈ കമ്പനി വഴി പാർട്ടിക്ക് സംഭാവനയായി ലഭിക്കുന്നത് എന്നാണ്. ഇതിൻ്റെ കുറച്ച് പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ UPAയുടെ കാലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു. 3 വർഷം നിരന്തരമായി ലാഭത്തിലിരിക്കുന്ന ഒരു കമ്പനിക്ക് അവരുടെ ലാഭത്തിൻ്റെ 7.5% മാത്രമേ സംഭാവനയായി നൽകാൻ കഴിയുള്ളൂ. 3 വർഷം ലാഭത്തിലിരിക്കുന്ന കമ്പനിയാവണം. പക്ഷേ മോദി സർക്കാർ വന്ന ഉടനെ ഉണ്ടാക്കിയ ഇലക്ട്രൽ ബോണ്ട് എന്ന പരിഷ്കാരം കമ്പനിക്ക് എത്രയും തുക സംഭാവനയായി നൽകാമെന്ന് മാത്രമല്ല, ഈ തുക എത്രയാണെന്ന് ആരോടും പറയേണ്ടതില്ല, അത് ഒരു രഹസ്യ ഇൻഫർമേഷനായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. ആ രഹസ്യാത്മകതയ്ക്ക് അർത്ഥമില്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ്, അത് റൈറ്റ് ടു ഇൻഫർമേഷൻ അഗെയിൻസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട്ടിലെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്നൊരു കമ്പനി 2021 കമ്പനിക്കുണ്ടായ മൊത്തം ലാഭത്തിൻ്റെ 6 മടങ്ങാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയിരിക്കുന്നത്. മൊത്തം ലാഭത്തിൻ്റെ 6 മടങ്ങ്. 82 കോടി രൂപ വരുമാനമാണ് അവർ രേഖപ്പെടുത്തിയത്. പക്ഷേ 328 കോടി രൂപയുടെ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഈ കമ്പനി 4 വർഷക്കാലത്തിനുള്ളിൽ 1368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. വേറൊരു കമ്പനിയുടെ പേരാണ് മദൻലാൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരുടെ വരുമാനത്തിൻ്റെ 174 മടങ്ങ് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുണ്ട്. ഇവരുടെ 2 സഹോദര സ്ഥാപനങ്ങളുടെ പേരാണ് കെവൻഡർ ഫുഡ് പാർക്കും പിന്നെ MKJ എൻ്റർപ്രൈസസും. ഈ 3 കമ്പനികളും കൂടി 500 കോടിയിൽ കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഈ 3 കമ്പനികൾക്കും ശരാശരി വരുമാനമുള്ളത് അല്ലെങ്കിൽ ശരാശരി ലാഭം രേഖപ്പെടുത്തിയിട്ടുള്ളത് 2 കോടിയിൽ താഴെയാണ്. അപ്പോൾ അത് വളരെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അദാനിയുടെയും അംബാനിയുടെയോ പേര് ഈ ഇലക്ട്രൽ ബോണ്ടിൽ എവിടെയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, വേറെ ആരുടെയൊക്കെയോ പണം ചില കമ്പനികളുടെ പേരിലും ഷെൽ കമ്പനികളുടെ പേരിലും സംഭാവനയായി സ്വീകരിക്കുകയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വിഡ്ഢികളാവുകയാണ്.
ചില ഷെൽ കമ്പനികൾ വലിയ രീതിയിലുള്ള ആ ഷെൽ കമ്പനികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇനി കൂടുതലായി പുറത്ത് വരേണ്ടതുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനികളുണ്ടോ, ഇനി ചൈനയിലുള്ള ഷെൽ കമ്പനികളുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം പുറത്തു വരുമ്പോൾ ഒരുപാട് വലിയ വിപ്ലവമാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. ഇന്നലെ വരെ വലിയ രാജ്യസ്നേഹി എന്ന് വിളിച്ച പലരും എന്താ പറയുക, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരുന്ന സാഹചര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി CAA പോലുള്ള വിഷയങ്ങൾ മുന്നോട്ടിടുകയാണ്. എല്ലാവരും ഹിന്ദു മുസ്ലിം ചിന്തയിൽ ഇങ്ങനെ അഭിരമിച്ചിരിക്കുക, ക്ഷേത്ര നിർമ്മാണം, അയോധ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അത്തരത്തിലുള്ള എന്താ പറയുക ഒരു പുകമറയിൽ ജനങ്ങളെ ഇങ്ങനെ നിർത്തുക. പക്ഷേ എൻ്റെയും നിങ്ങളെയും ഉൾപ്പെടുന്ന സാമാന്യ ജനതയ്ക്ക് ലഭിക്കേണ്ടുന്ന പണത്തിൻ്റെ ഗുണം ഏതാനും കമ്പനികൾ ഭീകരമായി കൊള്ളയടിച്ച് അതിൻ്റെ ഒരു വിഹിതം രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയും ആ രാഷ്ട്രീയ പാർട്ടി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഭരണവ്യവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളയടിക്കപ്പെടുന്നത് എൻ്റെയും നിങ്ങളുടെയും പണമാണ്. ഇനിയിപ്പോൾ വർഗീയമായി ചിന്തിച്ചാൽ പോലും ആ പണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് 80% വരുന്ന ഹിന്ദുക്കളുടെ പണമാണ്. അപ്പോൾ ഹിന്ദു അപകടത്തിലാണ് എന്ന് പറയുന്ന BJP പറയുന്ന വാക്ക് ശരിയാണ്. ഹിന്ദു അപകടത്തിലാണ്. അത് മുസ്ലിങ്ങളാലല്ല ഹിന്ദു അപകടത്തിലാവുന്നത്. അവരുടെ കീശ വറ്റിക്കുന്ന, അവരുടെ കീശയിൽ നിന്നും പണം അവരറിയാതെ അടിച്ചുകൊണ്ട് പോകുന്ന വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാലും ഹിന്ദുവിനെ എന്താ പറയുക മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന RSS BJP പോലുള്ള സംഘടനകളാലുമാണ് ഹിന്ദു അപകടത്തിലായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇതൊന്നും ചിന്തിക്കാൻ സമയം കണ്ടെത്താതെ ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ള വേറെ സത്യം അല്ലേ. ആരും തന്നെ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. എല്ലാവരും CAA വിഷയത്തിൽ മതവിദ്വേഷം വളർത്തുന്ന കാര്യങ്ങളിൽ അവർക്ക് TRP കൂട്ടണം, ഒരുപക്ഷെ പരസ്യം കിട്ടണം. സർക്കാരിനോട് അവർക്കും പേടിയാണ്, EDനെയും ഇൻകം ടാക്സിനെയൊക്കെ അവർക്കും പേടിയാണ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? ഈ സർക്കാരിനെ താഴെ ഇറക്കണം, അതല്ലാതെ വേറെ ഒരു വഴി ഇതിനകത്തില്ല. ഈ സർക്കാരിനെ താഴെ ഇറക്കണം. ഇത്തരത്തിലുള്ള എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളിലും ഇവർ ശിക്ഷിക്കപ്പെടണം. അതിന് രാഹുൽ ഗാന്ധിയുടെ കൈകൾക്ക് കരുത്ത് നൽകണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. എന്നെ കേൾക്കുന്നവരെല്ലാവരും, അതിപ്പോൾ ഇടതുപക്ഷക്കാരനാവട്ടെ, മുസ്ലിം ലീഗുകാരനാവട്ടെ, ജനതാദളുകാരനാകട്ടെ, ഇനിയിപ്പോൾ BJPക്കാരൻ തന്നെ ആകട്ടെ, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് മോദി അല്ലെങ്കിൽ RSS എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന BJPക്കാരനാവട്ടെ, അവരെല്ലാവരും തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഏറ്റവും മൂല്യവത്തായ അടിസ്ഥാന ആശയത്തിൽ നിന്ന് ചിന്തിച്ചാൽ രാജ്യം എത്ര വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് ഏറ്റവും നല്ല സമയമാണ്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്നപേക്ഷിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.